മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളികളെല്ലാം ഒന്നും പറയില്ലടാ. മഞ്ഞുമൽ ഡാൻസ്, മഞ്ഞുമൽ ബോയ്സ് അടിപൊളിയ മച്ചാന്മാരെ. നിങ്ങളുടെ സ്റ്റോറിയാണല്ലോ ബേസിക്കലി. തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? സ്റ്റോറി ഞങ്ങളുടെ ജീവിതം കണ്ടതാണ്. ക്ലൈമാക്സ് മാത്രം കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. ലോജിക്കൽ സംഭവം അടുത്തോട് പോയിട്ടില്ല. ഞാൻ അവിടെ അടുത്ത് പോയിട്ടില്ല തിരിച്ചു വരാനായിട്ട്. താങ്ക് യു. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് കണ്ടിട്ട് സന്തോഷം വരുന്നുണ്ട്. അതാ താങ്ക് യു. വി ആർ ഓൾ ഹാപ്പി ദാറ്റ് സിദ്ധു കുഡ് മേക്ക് ദിസ് ഫിലിം ആൻഡ് ആസ്ക് സിദ്ധു, ഹീൽ ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാനെന്ത് പറയുന്നത്, നൈസ്. എല്ലാവരുടെയും താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. റിയൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ശബ്ദം ഉണ്ടാക്കണം, അതാണ്. നമ്മളത് കാണിക്കാന്ന് പറഞ്ഞാൽ കുറേ അറിയില്ലല്ലോ ആർക്കും ഇത് ശരിക്കും നടന്നതാണെന്നുള്ളത്. കാരണം അത് നമ്മൾ പുറത്ത് കാണിക്കാമെന്ന് പറഞ്ഞ ഫിലിമിലൂടെ അത് ഭയങ്കര വലിയൊരു കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നത്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് പുറത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത്, അത് ലോകം അറിയാമെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് നന്നായിട്ട് വർക്കൗട്ടായി. മസ്റ്റ് വാച്ച്. ഓരോ ഷോട്ടും ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്റ്റോറിയാണല്ലോ ബേസിക്കലി. തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? സ്റ്റോറി ഞങ്ങളുടെ ജീവിതം കണ്ടതാണ്, അതാണ് പറയാനുള്ളത്. അപ്പം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വികാരപരമായിട്ടാണല്ലോ അന്നത്തെ സംഭവം ഒന്നുകൂടി ആവർത്തിച്ച പോലെ തോന്നി. എല്ലാവരും ഇരുന്ന് കരച്ചിലാണ്. ഒരു സിനിമ അത്രയ്ക്ക് നീതി പുലർത്തിയെന്ന് തോന്നിയിരുന്നു. ശരിക്കും അന്ന് കണ്ട ആ ഒരു നിമിഷം തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. ശരിക്കും ആ അവസ്ഥ തന്നെ. എല്ലാം അടിപൊളിയാണ്, ഭയങ്കര എൻഗേജിംഗ് ആണ്. സൗബിൻ ഷാഹറിൻ ചെയ്തേക്കുന്നത് ഗംഭീരമാണ്. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കയർ പിടിച്ച് വലിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് ഇമോഷണലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന അഭിനയം കാണാൻ. നമ്മുടെ ബാലു വർഗീസ് ആയിക്കോട്ടെ, തല്ലിമല ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഡയറക്ഷൻ വളരെ നല്ല, ഈ സിനിമയുടെ സംവിധാനം വളരെ നല്ല രീതിയിലായിരുന്നു അല്ലേ? ആ സംവിധാനം ചിദംബരം, ജാനേബാന് ശേഷം അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. സസ്പെൻസും കോമഡിയും ത്രില്ലിംഗ് എല്ലാം ഉണ്ട് സിനിമ. എല്ലാം ഉണ്ട്. മ്യൂസിക് മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളികളെല്ലാം ഒന്നും പറയില്ലടാ. മഞ്ഞുമൽ ഡാൻസ്, മഞ്ഞുമൽ ബോയ്സ് അടിപൊളിയ മച്ചാന്മാരെ. താങ്ക് യു. ലാഗ് നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ ലാഗാണ്. സെക്കൻഡ് ഹാഫ് ആദ്യം ഗുണമില്ല. ക്ലൈമാക്സ് മാത്രം കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. ലോജിക്കൽ സംഭവം അടുത്തോട് പോയിട്ടില്ല. പിന്നെ പോസിറ്റീവ് വരാൻ എന്താ, ക്ലൈമാക്സിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും ആദ്യം മുതലേ. അല്ലെങ്കിൽ ക്ലൈമാക്സ് മാത്രം പോയി കാണും. ഈ പറഞ്ഞാൽ സർവൈറ്റുള്ള ഒരു ട്രില്ല അങ്ങോട്ടുള്ള ഒന്നുമില്ല. പിന്നെ വൺ ഹൈപ്പ കൊടുത്തിക്കണം. ഭാഷയുടെ അഭിനയം നല്ലതാണ്. ഭാഷ തന്നെയാണ് അഭിനയിച്ചത്. ഭാഷയെക്കാട്ടും തന്നെ അഭിനയം സൗബിൻ്റെയാണ്. സൗബിൻ്റെ എനർജിയുടെ ഉണ്ട്. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. ഇല്ലെങ്കിൽ വെറും കൂതറപടമാണ്, ഒരു ഗുണമുണ്ട്. വെറുതെ പൈസ എന്ന് പറയും. ക്ലൈമാക്സിൻ്റെ മാത്രം വെയിറ്റ് ചെയ്യിക്കാം. എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ഷോ കണ്ടേ ഇറങ്ങിയുള്ളൂ. ഇവിടെ എല്ലാവരും കൈയടിച്ചു, ബാക്കി റെസ്പോൺസൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നല്ല വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ തന്നെ സിനിമ പോകുന്നത്. അടിപൊളിയായിരുന്നു. ഭയങ്കര ഗൂസ് ബംസ് സിനിമയാണ്. ഭയങ്കര രസമുള്ള പടമാണ്. അതെ, സർവൈവൽ അതെല്ലാവർക്കും അറിയാലോ. കിടിലം മസ്റ്റ് വാച്ച്. എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. ഒന്നും പറയില്ല, അതിൻ്റെ ഇമോഷണൽ. നമ്മളൊരു 2 വർഷത്തെ എഫേർട്ടാണ് സിനിമ. പിന്നെ റിയൽ ക്യാരക്ടറെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന അതൊരു ഭാഗ്യമാണ്. പിന്നെ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞു. അടിപൊളി. I don't know how to explain. Theater watch. അയ്യോ, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. இந்த படம் உலகம் முழுவதும் எல்லா இடத்துலையும் மஞ்சுமேல் பாய்ஸ் மாதிரி எல்லா இடத்துலையும் பாய்ஸ் இருப்பாங்க. இன்னும் 2-3 தடவை படம் பார்ப்பேன். அவ்வளோ சூப்பராக இருக்குது படம். ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിമാണ്. അത് കാണുമ്പം ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് അനുഭവിച്ച ആ ട്രോമയിൽ കൂടെയൊക്കെ നമ്മളും കടന്നു. മഞ്ഞുമൽ ബോയ്സ് ഗ്യാങ് വീണ്ടും ഒന്നടങ്കം മലയാളികളെ മുഴുവനും തിയേറ്ററിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അടിപൊളിയാണ്. ഒന്നും എന്തായാലും മസ്റ്റ് വാച്ച് പടമാണ് ശരിക്കും. ചിദംബരത്തിൻ്റെ സെക്കൻഡ് പടയണം. അടിപൊളി, വേറെ ഒന്നും പറയാനില്ല.